ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വാട്ടർ ആൻഡ് ലൈഫ് എന്നതിലെ നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റുള്ള ലെറ്റസ് അസസ് എന്ന ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നോട്ട്സ് എന്ന് നോക്കാം. ഒന്നാമത്തേത് ഡിഫൈൻ ദ സ്റ്റേജസ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. എങ്ങനെയാണ് റിവർ വാട്ടർ നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേജസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നല്ല ഇലുസ്ട്രേഷനായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പോയിന്റ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ, filter out large debris, allow waste to settle, strain through multi-layered sieves, then disinfect, സ്റ്റോർ ഇൻ ടാങ്ക്, ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്. അപ്പോൾ ഇത്തരം സ്റ്റേജസിലൂടെ പോയിട്ടാണ് നമുക്ക് വാട്ടർ റിവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പോണ്ട് വാട്ടർ ആയിക്കോട്ടെ എല്ലാം നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് ഇത്തരം സ്റ്റേജസിലൂടെ പോയിട്ടാണ്. എന്നാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിൽ വാട്ടറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്. എന്താണ്, നമ്മുടെ ലീവ്സിൽ കിട്ടുന്ന ഓരോ ഫുഡിനെയും അതിൻ്റെ പ്ലാന്റിലെ മറ്റുള്ള പാർട്സിലേക്കൊക്കെ എത്തിക്കുന്നതിന്. ഫോർ ഫോട്ടോസിന്തസിസ്. എന്തിനാണ് ഫോട്ടോസിന്തസിസിന്? ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്. അബ്സോർബ് ചെയ്ത മിനറൽസ് ഒക്കെ ലീവ്സിൽ എത്തിക്കുന്നതിന്. ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡിയിലെ അതിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും വെള്ളം ആവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ സോഡ വാട്ടർ ഈസ് പ്രിപ്പയർഡ്? എങ്ങനെയാണ് സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ബബിൾസ് വെൻ വി ഓപ്പൺ എ സോഡ ബോട്ടിൽ? നമ്മൾ സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ബബിൾസ് വരുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. ദ ബബിൾസ് ആർ കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെൻ ദ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺ. നമ്മൾ സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബബിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സോഡ ബോട്ടിൽ ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ സോഡ ബോട്ടിലൊക്കെ തുറക്കുമ്പോൾ ഇതുകൊണ്ടാണ് ബബിൾസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സൊല്യൂട്ട്? എന്താണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഈസ് കോൾഡ് എ സൊല്യൂട്ട്. ഏത് സബ്സ്റ്റൻസ് ആണോ ഡിസോൾവ് ആവുന്നത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നു. വാട്ട് ഈസ് സോൾവെൻറ്റ്? എന്താണ് സോൾവെൻറ്റ്? ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഈസ് സോൾവ്സ് ഇൻ കോൾഡ് എ സോൾവെൻറ്റ്. എന്തിനാണോ ഡിസോൾവ് ആവുന്നത് അതിനെ നമ്മൾ സോൾവെൻറ്റ് എന്നും പറയുന്നു. വാട്ട് ഈസ് സൊല്യൂഷൻ? എന്താണ് സൊല്യൂഷൻ? എ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെൻറ്റ്. ഈ സൊല്യൂട്ട് ഡിസോൾവ് ആവുന്ന ആ ഒരു സൊല്യൂഷനെ അതിനെയാണ് നമ്മൾ പറയുന്നത് സൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്? നാരങ്ങയാണ്. നാരങ്ങയും പഞ്ചസാരയുമാണ്. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സർബത്തിനെയാണ്, നാരങ്ങ വെള്ളത്തിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, വൈ വാട്ടർ ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്? എന്തുകൊണ്ടാണ് വെള്ളത്തിന് നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത്? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസസ്, ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. എന്തുകൊണ്ടാണ്? നമ്മുടെ വാട്ടറിന് ഒരുപാട് സബ്സ്റ്റൻസിന് സോൾവെൻറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് വെള്ളത്തിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ, വാട്ട് ഈസ് നോൺ ആസ് ഇവാപ്പറേഷൻ? എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? The spreading of small particles of liquid from its surface to the surroundings is called evaporation. Okay, the spreading of small particles of liquid from its surface to the surroundings is called evaporation. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റ് അസ് അസസ് എന്ന പ്രവർത്തനത്തിലേക്ക് കടക്കാം. പാഠഭാഗം കഴിഞ്ഞിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളാണിത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം, ദ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഈസ് ഇലിസ്ട്രേറ്റഡ് ബിലോ. താഴെ നമുക്ക് എന്താണ് നമ്മുടെ വാട്ടർ സ്റ്റേറ്റ് ഓഫ് വാട്ടറിൻ്റെ ഇലിസ്ട്രേഷനാണ് താഴെ തന്നിട്ടുള്ളത്. വാട്ടറിൻ്റെ ഓരോ ചേഞ്ചസുകളാണ് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ ആഡിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള വേർഡുകളൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ടറിന് എന്തൊക്കെയാണ്? വാട്ടറിന് നമുക്കറിയാം 3 സ്റ്റേജസുകളാണുള്ളത് അല്ലേ? ഒന്ന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ താഴെ നമുക്ക് ലിക്വിഡ് എന്ന് തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് നമുക്ക് എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ വാട്ടർ കൂളാവുമ്പോൾ എന്താണ്, ഹീറ്റ് ആവുമ്പോൾ എന്താണുള്ളതെന്നും കൂടെ എഴുതി കൊടുക്കണം. അപ്പോൾ അവിടെ വാട്ടർ കൂളാവുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? കൂൾഡ് എന്നതിൻ്റെ നേരെ എഴുതേണ്ടത് ഐസാണ് അല്ലേ? വാട്ടർ കൂളായി കഴിഞ്ഞാൽ നമുക്കറിയാം ഐസാണ് ഉണ്ടാകുന്നത്. ഐസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഏത് സ്റ്റേജാണ്? സോളിഡാണ്. അപ്പോൾ അതിന് താഴെ സോളിഡ് എന്നും എഴുതി കൊടുക്കുക. ഇനി ലിക്വിഡ് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ഇനി വാട്ടർ ഹീറ്റ് ആവുമ്പോഴോ?
ഹീറ്റ് ആകുമ്പോൾ അവിടെ സ്റ്റീമാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ സ്റ്റീം എന്ന് എഴുതി കൊടുക്കുക. ഈ സ്റ്റീം എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഏത് സ്റ്റേജാണ്? ഗ്യാസ് ആണ്. അപ്പോൾ അവിടെ ഗ്യാസ് എന്നും എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ ആൻസേഴ്സ് ആയിട്ട് എഴുതേണ്ടത് ഏതൊക്കെയാണ്? ഐസ്, സോളിഡ്, ഗ്യാസ്, സ്റ്റീം. ഈ 4 ആൻസേഴ്സ് ആണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് നേരെ അടുത്ത പ്രവർത്തനം നോക്കാം. കംപ്ലീറ്റ് ദ ഐഡിയ ചാർട്ട് മെയ്ഡ് ഓൺ വാട്ടർ. എന്താണ്? ജലത്തെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയയാണ് ഇവിടെ ഈ ഒരു ചാർട്ടിൽ തന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. വാട്ടറിൻ്റെ സോഴ്സ്, യൂസ്, പ്രോപ്പർട്ടീസ്, സ്റ്റേറ്റ്സ്, പൊല്യൂഷൻ, ഇതൊക്കെയാണ് നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒന്നാമത്തത് നമുക്ക് സോഴ്സ് നോക്കാം. സോഴ്സ് ഏതൊക്കെയാണ്? റെയിന്, റിവർ, വെല്ല്, ദെൻ ലേക്ക്, ഇതൊക്കെയാണ് വാട്ടറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി യൂസോ ഡ്രിങ്കിങ്, കുക്കിംഗ്, വാഷിംഗ്, ക്ലീനിങ്, അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് യൂസ് ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ആണെങ്കിലോ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്. ഓക്കെ, ഇത് 3ഉം എഴുതി കൊടുക്കാം. എന്തൊക്കെയാണെന്ന് കൂടെ പറയാം. കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്. ദെൻ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ അവിടെ 3 സ്റ്റേജസ് ആണ് എഴുതി കൊടുക്കേണ്ടത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് എഴുതി കൊടുക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് വാട്ടർ പൊല്യൂട്ട് ആവുന്നത്? അതിൻ്റെ പൊല്യൂഷൻ ആവുന്നത് എങ്ങനെയൊക്കെയാണ്? ഫാക്ടറി വേസ്റ്റ്, ഫാം കെമിക്കൽസ്, ദെൻ ഓയിൽ സ്പിൽസ്, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് വാട്ടർ പൊല്യൂഷൻ ആവാനുള്ള കാരണം. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. സോഴ്സും, യൂസും, പ്രോപ്പർട്ടീസും, സ്റ്റേറ്റ്സും, പൊല്യൂഷനും എല്ലാം കറക്റ്റായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാട്ടർ ഐഡിയ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. എക്സാമിൻ ദ ടെസ്റ്റ് റിപ്പോർട്ട് ഓൺ വാട്ടർ ക്വാളിറ്റി മെയ്ഡ് ഓൺ 3 ഡിഫറെൻറ്റ് സോഴ്സസ്. 3 സോഴ്സിൽ നിന്നുള്ള വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് താഴെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതനുസരിച്ച് അനാലിസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. ആദ്യം നിങ്ങൾ ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള ഫൈൻഡിങ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റിവറിൽ, പോണ്ടിൽ, വെല്ലിൽ, ഈ 3 എണ്ണത്തിലാണ് നമ്മുടെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കളറ്, ഓർഡർ, അതുപോലെ തന്നെ ഓർഗാനിക് വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ ക്വാളിറ്റി എങ്ങനെയാണെന്നാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സോഴ്സ് ഓഫ് വാട്ടർ ഈസ് ദ സേഫസ്റ്റ് ടു ഡ്രിങ്ക്? ഏത് സോഴ്സ് ഓഫ് വാട്ടർ ആണ് കുടിക്കാൻ ഏറ്റവും നല്ലത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് തോന്നിയത് ഏതാണ്? വെല്ലിലെ വാട്ടർ ആണ് അല്ലേ. അപ്പോൾ അവിടെ വെൽ എന്നാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ദെൻ ക്യാൻ വി മേക്ക് റിവർ ആൻഡ് പോണ്ട് വാട്ടർ പോർട്ടബിൾ? ഹൗ? എങ്ങനെയാണ് നമ്മൾ റിവർ വാട്ടറും പോണ്ട് വാട്ടറും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? എങ്ങനെയാണത് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം ആൻസർ ആണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അഥവാ ഏതൊക്കെയാണ്? ഫിൽറ്റർ ഔട്ട് ലാർജ് ഡെബ്രിസ്, അലോ വേസ്റ്റ് ടു സെറ്റിൽ, ദെൻ സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയേർഡ് സർവീസ്, ദെൻ ഡിഫൈൻ, ദെൻ ഏതൊക്കെയാണ്? സ്റ്റോർ ഇൻ ടാങ്ക്, ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റേജസിലൂടെ പോയാലാണ് നമുക്ക് പോണ്ടിലെയും റിവറിലെയും ഒക്കെ വാട്ടർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദെൻ വാട്ട് ക്യാൻ വി ഡു പ്രിവെൻറ്റ് പൊല്യൂഷൻ ഓഫ് വാട്ടർ സോഴ്സസ്? വാട്ടർ സോഴ്സ് പൊല്യൂട്ട് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെയാണ്? പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, റെഡ്യൂസ് കെമിക്കൽ യൂസ്, പബ്ലിക് അവയർനെസ്, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത്. ഒന്നും കൂടെ പറയാം. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, റെഡ്യൂസ് കെമിക്കൽ യൂസ്, പബ്ലിക് അവയർനെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആർ ലിസ്റ്റഡ്. ഇവിടെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് സ്യൂട്ടബിൾ ഡീറ്റെയിൽസ് ഫ്രം ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നത് നമുക്കൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്നുള്ളത് കണ്ടക്ട്സ് ഹീറ്റ് എന്നുള്ളതാണ്. താപത്തിനെ വഹിക്കുന്നു, കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിലെ ഏത് സിറ്റുവേഷനാണ് അതുമായി ബന്ധപ്പെട്ടത്? യൂസ്ഡ് ഇൻ കുക്കിംഗ് സച്ച് ആസ് ബോയിലിംഗ് വാട്ടർ ഫോർ റൈസ് ഓർ വെജിറ്റബിൾസ്. നമ്മൾ റൈസോ വെജിറ്റബിൾസോ ഒക്കെ ബോയിൽ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? താപം അത് വഹിക്കുകയാണ്, കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മെയിൻറ്റെയിൻസ് ലെവൽ, വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഏതാണ് സിറ്റുവേഷൻ? വാട്ടർ ലെവൽസ് റിമൈൻ ദ സെയിം ഇൻ കണക്റ്റഡ് വെസൽസിലെല്ലാം ഒരേ രീതിയിൽ തന്നെ
നമ്മുടെ വാട്ടറൊക്കെ ലെവൽ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. ദെൻ യൂണിവേഴ്സൽ സോൾവെൻറ്റ് ഡിസോൾവ്സ് ഷുഗർ ആൻഡ് സാൾട്ട് ഇൻ കുക്കിംഗ് ക്ലീനിങ് വിത്ത് സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ്. അതാണ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. വെള്ളം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് എന്നതിനാണ് ഡിസോൾവ് ഷുഗർ ആൻഡ് സാൾട്ട് ഇൻ കുക്കിംഗ് ക്ലീനിങ് വിത്ത് സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ്. ദെൻ എബിലിറ്റി ടു വാപ്പറൈസ് ഏതാണ്? ഡ്രൈയിങ് ക്ലോത്ത്സ്, ഇവാപ്പറേഷൻ ഫ്രം ലേക്സ് ആൻഡ് റിവേഴ്സ്, ദെൻ കൂളിംഗ് എഫക്റ്റ് വെൻ സ്വെയർ ഇവാപ്പറേറ്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എബിലിറ്റി ടു വാപ്പറൈസ് എന്നുള്ളതിൻ്റെ സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകുന്നത്. ദെൻ അടുത്തത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിയാണ്. വാട്ട് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ലെറ്റ്സ് കണ്ടക്ട് എ സർവേ. ഇൻഫർമേഷൻ ഷുഡ് ബി കളക്റ്റഡ് അബൌട്ട് ദ സോഴ്സ് ഓഫ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ഇൻ യുവർ ഹൗസ് ആൻഡ് 3 നെയ്ബറിംഗ് ഹൗസസ്. നിങ്ങളുടെ വീട്ടിലെയും നിങ്ങളുടെ അടുത്തുള്ള 3 വീട്ടിലെയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഏതാണ് ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. Then consolidated the information collected by each one and present the findings in the class. അതായത് നിങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ നിങ്ങളുടെ ക്ലാസ്സിലൊന്ന് പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ദെൻ സ്റ്റഡി ആൻഡ് പേപ്പർ എ നോട്ട് ഓൺ യുവർ സ്കൂൾസ് വാട്ടർ യൂസേജ്. സ്കൂളിലെ വാട്ടർ യൂസേജിനെ കുറിച്ചിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ്. എന്തൊക്കെ ഇൻഫർമേഷനാണ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത്? വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് അറ്റ് ദ സ്കൂൾ. സ്കൂളിലെ വാട്ടർ സോഴ്സ് എന്താണ്? ഹൗ മച്ച് വാട്ടർ ഈസ് യൂസ്ഡ് പെർ ഡേ. ഒരു ദിവസം എത്ര വെള്ളം ഉപയോഗിക്കുന്നുണ്ട്? ഫോർ വാട്ട് നീഡ്സ്. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഫോർ വാട്ട് പർപ്പസ് വാട്ട് ഈസ് മോസ്റ്റ് യൂസ്ഡ്. ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനാണ്? വാട്ട് പ്രാക്ടിക്കൽ സജഷൻസ് ക്യാൻ യു മേക്ക് യുവർ റെഡ്യൂസിങ് വാട്ടർ യൂസ് അറ്റ് പ്രസൻറ്റ്. ഇപ്പം നിലവിലുള്ള ആ യൂസേജ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് ആണ് പറയാനുള്ളത്? അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. ലാസ്റ്റ് വൺ, ഡിസൈൻ ആൻഡ് അപ്പാരൻറ്റസ് ടു ഡെമോൺസ്ട്രേറ്റ് എക്സ്പെരിമെൻ്റലി ദാറ്റ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇൻ ഇറ്റ്സ് ലെവൽ. വാട്ടർ ഒരേ ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റും കൂടെ നിങ്ങളുടെ അടുത്ത് ഡിസൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു എന്താണ് 3 വെസൽസ് വെച്ചിട്ട് ചെയ്ത ആ ഒരു എക്സ്പെരിമെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 4 ആണ്. സീഡ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.